എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മളോട്, ഈ പുതുതായിട്ടൊരു ചാനലൊക്കെ തുടങ്ങി പിന്നീട് അതിലേക്ക് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത്. പക്ഷെ അത് പലർക്കും ശരിക്കും അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് തോന്നുന്നു. പിള്ളേർക്ക്, കുട്ടികൾക്കല്ല കേട്ടോ, മുതിർന്ന ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ പലരും പറയും, നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയാറുണ്ട്, പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾമാർക്ക് ടിക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനൊക്കെ രേഖപ്പെടുത്തുക എന്നൊക്കെ. പക്ഷെ പലരും അതൊന്നും ചെയ്യാറില്ല. നേരെ നമ്മളെ പേര് അടിച്ചു കൊടുക്കും, അത് നേരെ സബ്സ്ക്രൈബ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നീടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക്, നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ അതിലേക്ക് ഫുള്ള് കിട്ടാത്തത് ആ സബ്സ്ക്രൈബ് മാത്രമേ അതുകൊണ്ടാണ്. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾ പല ആളുകളും യൂട്യൂബ് എടുത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതുപോലെ യൂട്യൂബ് എടുക്കുക, അത് നേരെ ഓണാക്കുക. നേരാക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഇത് വരും. ഈ സെർച്ചിങ്ങിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, നിങ്ങൾ ആരുടെ വെച്ചാൽ ആ ഇഷ്ടപ്പെട്ട ആളുകളെ പേര് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തന്നെ ആണെങ്കിൽ, എൻ്റെ ചാനലിൻ്റെ പേര് പറയാൻ കാരണം, നമ്മൾ വലിയ അക്ഷരത്തിലാട്ടോ ആദ്യം എന്നത് നിസാം കൂനി എന്നാണ്. അത് ഞാൻ എൻ്റെ ഇമെയിൽ ID നേരെ അതായതുകൊണ്ട് അതിൽ തന്നെ നേരെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഏതായാലും ഇതേപോലെ നിസാം കൂനി ഇങ്ങനെ അടിച്ച മുകളിൽ അങ്ങനെ വരും. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ നേരെ സെർച്ച് ചെയ്യാം. നേരെ സെർച്ച് ചെയ്താൽ നമുക്കിതാ അങ്ങനെ ഇതുപോലെ പേര് വരും. ഇതുപോലെ ഈ പേര് വരുന്ന സമയത്ത് നമ്മൾ പലരും ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം ചെയ്യണത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോയിലെ വോയിസിലൊക്കെ പറയുന്നുണ്ട് ബെൽ ബട്ടൺ അമർത്തുക എന്ന്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ബെൽ ബട്ടൺ അമർത്തണം. ഈ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഈ ടിക്ക്, ഇതിൽ ടിക്ക് കാണുന്നില്ലേ, ഈ ടിക്ക് കാണുന്നത് മുകളിലെ ഓപ്ഷനിൽ പോയിട്ട് ടിക്ക് ചെയ്യണം. അപ്പോഴാണ് പിന്നീടാണ് നമ്മളെ എല്ലാ വീഡിയോസും, നമ്മൾ ഇടുന്ന വീഡിയോസുകൾ മുഴുവനായിട്ടും നിങ്ങളെ ഫോണിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന് നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഏതൊരു വ്യക്തിയുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും, എല്ലാ വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. എന്നെങ്കിലാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഒക്കെ ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെൽ ബട്ടണൊക്കെ അമർത്തിയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാലും, പിന്നീട് നമുക്ക് ഇന്ന് ഞാൻ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോ നാളെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പേര് അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടത്തി എല്ലാ ടിക്കൊക്കെ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നേരെ മുകളിലതാ ബെല്ലിൻ്റെ ചിഹ്നം കാണണം, നോട്ടിഫിക്കേഷൻ. ഈ സെൻറ്ററിൽ ഉള്ള ഈ റെഡ് മാർക്കിൽ ഒന്നെടുക്കണില്ലേ ബെല്ലിൻ്റെ ചിഹ്നം, അതിൽ നേരെ ടച്ച് ചെയ്ത് ആ വന്നിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏത് ആരുടെ വെച്ചാൽ ആ വ്യക്തികളെ വീഡിയോസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയാൽ അവരുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, പല ആളുകളും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ പിന്നീട് കാണുമ്പോൾ 1-2 മാസങ്ങൾക്ക് ശേഷം നമ്മളെ കാണുന്ന സമയത്ത് അവർ ചോദിക്കുകയാണ്, അല്ല പുതിയതായിട്ട് ചാനലൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ എന്താ വീഡിയോസ് ഒന്നും വരാത്തത് എന്നുള്ളൊരു ചോദ്യം വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പല ആളുകൾക്കും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരമാകും എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.